ബംഗ്ലാദേശിൽ നടൻ ഷാൻഡോ ഖാനെയും പിതാവും ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ സലീം ഖാനെയും അക്രമികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഷാൻഡോയും പിതാവ് സലീം ഖാനും തിങ്കളാഴ്ച ഉച്ചയോടെ സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ബാലിയ യൂണിയനിലെ ഫറക്കാബാദ് മാർക്കറ്റിൽ വെച്ച് അക്രമികൾ പിടികൂടുകയായിരുന്നു. തുടർന്ന് അക്രമികൾ സലീം ഖാനെയും നടൻ മകൻ ഷാൻഡോ ഖാനെയും മർദ്ദിച്ചു കൊലപ്പെടുത്തി. ചാന്ദ്പൂർ സമുദ്ര അതിർത്തിയിലെ പത്മമേഖന നദിയിൽ നൂറുകണക്കിന് ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് അനധികൃതമായി മണൽ ഖനനം നടത്തിയതിന് നിരവധി വർഷങ്ങൾ സലീം ഖാൻ ശിക്ഷ അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരായ ഒരു കേസ് നിലവിൽ ACCയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാ ഷെൻഷാ, ബിദ്രോഹി എന്നിവയുൾപ്പെടെ നിരവധി ജനപ്രിയ സിനിമകൾ നിർമ്മിച്ച ഷാപ്ല മീഡിയകളുടെ പ്രൊപ്രൈറ്ററും ഡയറക്ടറുമായിരുന്നു അദ്ദേഹം. രാഷ്ട്രപിതാവായ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജീവിതം ആസ്പദമാക്കി തുങ്കി പരാർ മിയ ഭായ് എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. ഈ വർഷം ജൂലൈയില് 3.25 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതിൽ പങ്കുണ്ട് എന്നാരോപിച്ച് നടൻ ഷാൻഡോ ഖാനെതിരെ അഴിമതി വിരുദ്ധ കമ്മീഷൻ കേസെടുത്തിരുന്നു. അതേസമയം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിലെ 20-ലധികം നേതാക്കളുടെ മൃതദേഹങ്ങൾ ബംഗ്ലാദേശിൽ കണ്ടെത്തി. തലസ്ഥാനമായ ധാക്ക ഉൾപ്പെടെ രാജ്യത്തെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും നിലവിൽ പോലീസുകാരില്ല. ഇവരെല്ലാം സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചു വരികയാണ്. സുരക്ഷയ്ക്കായി പലരും ബന്ധുക്കൾക്കൊപ്പമാണ് കഴിയുന്നത്. അടുത്തിടെ പുറത്താക്കപ്പെട്ട അവാമി ലീഗ് സർക്കാരുമായി അടുപ്പമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഒളിവിലാണ്. നന്ദി.